താരസംഘടനയായ അമ്മയിൽ ഉടലെടുത്ത ഭരണ പ്രതിസന്ധികൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് കൂട്ടരാജി നടന്നത്. എന്നാൽ പ്രസിഡന്റായ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് ഒന്നും തന്നെ അവിടെ ചെയ്യുന്നില്ലെന്നും വെറുതെ വന്ന് കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കുറെ ഷോ കാണിച്ചിട്ട് കുറെ ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് പിന്നെ തിരിച്ചു പോകുന്നതാണ് സ്ഥിരം പരിപാടി എന്ന അടക്കമുള്ള പല ആരോപണങ്ങളും ശ്വേതാ മേനോനെതിരെ പലരും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോഴിതാ സംഘടന നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുൻ ഭരണസമിതിയാണ് എന്നാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നത്. മുൻ കമ്മിറ്റിയുടെ കണക്കുകൾ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്നും കോടിക്കണക്കിന് രൂപ ബാങ്ക് വഴിയല്ലാതെ കൈപ്പണമായി കൈകാര്യം ചെയ്തതാണ് ഇത്രയും വലിയ പ്രതിസന്ധി രൂക്ഷമാവാൻ കാരണമെന്നാണ് ശ്വേത കുറ്റപ്പെടുത്തിയത്. താൻ ആരുടെയും കളിപ്പാവയാകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഈ രാജിവെച്ചതെന്നുമാണ് നടി പറയുന്നത്. സത്യം പറഞ്ഞാൽ മുൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ വരുത്തിവെച്ച വിനകളാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത്. ട്രഷർ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കമ്മിറ്റി. എങ്കിലും സെപ്റ്റംബർ 1 മുതലുള്ള എല്ലാ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപുള്ള കണക്കുകളിലാണ് ക്രമക്കേടുള്ളത്. ഇതിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞതിൽ ഇപ്പോൾ ആശ്വാസമുണ്ടെന്നും കമ്മിറ്റിയിലെ ചിലരൊഴികെ ഭൂരിഭാഗം സഹപ്രവർത്തകരോടും തനിക്ക് സഹതാപമുണ്ട് എന്നാണ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ താരത്തിന്റെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം ശരിയായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ആരോപണങ്ങളാണ് ഒരുപാട് പേർ ശ്വേതയ്ക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.